ഹായ് വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ജിലേബിയുടെ റെസിപ്പി ആയിട്ടാണ്. സ്വീറ്റ്സ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമായിരിക്കും ജിലേബി. കേരള സ്റ്റൈലിൽ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ ജിലേബി നമുക്ക് എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യമായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ചേരുവകളുടെ ആവശ്യമില്ല. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് 1.5 മുതൽ 2 മണിക്കൂർ വരെ കുതിർന്നു വരാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇപ്പം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഉഴുന്ന് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെ താഴെ കുറച്ച് വെള്ളമുണ്ട്. അതൊന്ന് തോർന്നു പോകാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയിലോട്ട് വല്ലതും ഒഴിച്ചു വയ്ക്കാം. വെള്ളം തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഉഴുന്നുവടയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. വെള്ളം കുറച്ച് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. പിന്നെ ഉഴുന്നുവടയെ പോലെ അത്രയ്ക്ക് കട്ടിയായിട്ട് അരച്ചെടുക്കണ്ട. കുറച്ചൊന്ന് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അരച്ചെടുക്കുമ്പോൾ കൂടുതൽ വെള്ളമായി പോകാനും പാടില്ല. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും. വെള്ളം കുറച്ച് ചേർത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ജാറിൻ്റെ പകുതി ഭാഗം ആകുന്ന വരെ ഉഴുന്നിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. അരഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ച് ചേർത്തിട്ട് അരച്ചെടുക്കുക. എല്ലാ ഉഴുന്നും അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 1/2 കപ്പിനേക്കാളും കുറവ് വെള്ളം മതിയാവും. മാക്സിമം തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ. ഇതുപോലെ തന്നെ ബാക്കിയും അരച്ചെടുക്കാം. എല്ലാ ഉഴുന്നും അരച്ചെടുത്തിട്ടുണ്ട്. 1/2 കപ്പിനേക്കാളും കുറവ് വെള്ളമേ എടുത്തിട്ടുള്ളൂ അരച്ചെടുക്കാൻ. ഇതേ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. വെള്ളം കൂടി പോവരുത്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി പോവരുത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന ജിലേബിക്ക് പുറമേ ചെറുതായിട്ടൊരു ക്രിസ്പിനെസ് കാണും അല്ലേ? അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 2 കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. ആദ്യം 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ എടുക്കുന്ന പൊടിയാണ്. നല്ല നൈസായിട്ട് പൊടിച്ച പൊടി. പുട്ടുപൊടി ചേർക്കരുത്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്താൽ മതി. അപ്പോൾ അരിപ്പൊടി ഇല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ ഇതിലോട്ട് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. കളർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ബേക്കറിയിൽ ഫുഡ് കളർ യൂസ് ചെയ്യുന്നതൊക്കെ നിർത്തിയിരുന്നു. അപ്പം നമുക്ക് വെള്ള കളർ ജിലേബി വാങ്ങാൻ കിട്ടുമായിരുന്നു. അപ്പം നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ കളർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ള കളർ ജിലേബി ഉണ്ടാക്കിയെടുത്താൽ മതി. പിന്നെ നിങ്ങൾ കളർ ചേർക്കുകയാണെങ്കിൽ ഓരോ ഫുഡ് കളറിനും ഓരോ അളവായിരിക്കും. ആദ്യം കുറച്ച് ചേർത്ത് നോക്കുക. വേണമെങ്കിൽ മാത്രം കൂടുതൽ ചേർത്താൽ മതി. നമ്മളിപ്പോൾ ഓറഞ്ച് കളർ ജിലേബിയാണ് ഉണ്ടാക്കുന്നത്. ഓറഞ്ച് കളർ ഇല്ലെങ്കിൽ റെഡും യെല്ലോ ഉണ്ടെങ്കിൽ 1 തുള്ളി റെഡും 3 തുള്ളി യെല്ലോയും കൂടെ ചേർക്കുമ്പോഴും നമുക്ക് ഓറഞ്ച് കളർ കിട്ടും. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞ ജിലേബിയുടെ റെസിപ്പി ഇതല്ല. അതിന് കുറച്ചും കൂടെ പുളിയുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഉഴുന്ന് കുറേ നേരം വെള്ളത്തിൽ ഇട്ട് വെക്കരുത്. അരച്ചതിന് ശേഷം കുറേ സമയം വച്ചേക്കുകയും ചെയ്യരുത്. എന്നാലും ഉഴുന്നിന് ഒരു സ്മെല്ല് വരും. അപ്പോൾ ജിലേബിക്കും ആ ഒരു സ്മെല്ല് വരും. അതുകൊണ്ട് നമ്മൾ അരച്ച ഉടനെ തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമുക്കിതൊരു കവറിലോട്ടാക്കി എടുക്കാം. പൈപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കവറില്ലേ, പരിപ്പൊക്കെ വാങ്ങുന്ന കവറ്, അതിൽ നിറച്ചതിന് ശേഷം താഴെ ഒന്ന് വെട്ടിയെടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക് കുപ്പിയിലോട്ട് നിറച്ചതിന് ശേഷം ബോട്ടിലിൻ്റെ അടപ്പിൽ ഒരു ഹോൾ ഇട്ടിട്ട് അത് വെച്ച് പിഴിഞ്ഞൊഴിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനേക്കാളും ഒക്കെ എളുപ്പം നമ്മൾ കവറിലാക്കി പിഴിയുന്നത് തന്നെയാണ്. സിപ്ലോ കവർ ഉണ്ടെങ്കിൽ അതിലും എടുക്കാം. ഇനി ഇത് നിറച്ചതിന് ശേഷം നമുക്ക് താഴെ തുമ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ജിലേബി ഉണ്ടാക്കി എടുക്കുന്നതിന് മുന്നേ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം 1.5 കപ്പോളം വെള്ളം വേണ്ടി വരും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമാണെങ്കിൽ 1/2 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. സിറപ്പ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ കട്ടി കൂടി പോകാൻ പാടില്ല. എന്നാൽ ജിലേബി ഇടുമ്പോൾ ജിലേബിക്ക് അകത്തോട്ട് നന്നായിട്ട് വെള്ളം ഇറങ്ങി ചെല്ലില്ല. കയ്യിലൊന്ന് ഒട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് നിർത്തണം. പഞ്ചസാരയൊക്കെ അലിഞ്ഞിട്ട് പാകമായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ഇല്ലെങ്കിൽ 3-4 ഏലക്ക വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കാം. കളർ ചേർക്കാം. കളർ ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി.
പാകമായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിരലിൽ ഇങ്ങനെ എടുത്തിട്ടൊന്ന് ഇങ്ങനെ ആക്കി നോക്കുക. അപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നിയാൽ അപ്പം തന്നെ നിർത്താം കേട്ടോ. ഒരു നൂൽ പരുവമൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇപ്പം അങ്ങനെ ആയിപ്പോയെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് ഒന്ന് ഒട്ടുന്ന പരുവാകുമ്പോൾ നിർത്തുക. നൂൽ പരുവമൊക്കെ ആയിപ്പോയാൽ ജിലേബിയുടെ പുറമെ മാത്രം ഒരു ഷുഗറിൻ്റെ കോട്ടിങ് വരും, അകത്തോട്ടൊന്നും നന്നായിട്ട് ഇറങ്ങി ചെല്ലില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ജിലേബി ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളത്തിന് ചൂട് വേണം. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയും കൂടെ കൊടുക്കാൻ മറക്കരുത്. ചൂടാക്കുമ്പോഴും ശ്രദ്ധിക്കുക, വെള്ളം വറ്റി പോകാൻ പാടില്ല. നമ്മൾ പെട്ടെന്ന് ചൂടാക്കുമ്പോഴേ ചിലപ്പോൾ വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ആയി പോവും. എന്നാൽ ജിലേബി ഇടുമ്പോൾ അതിനകത്തോട്ട് വെള്ളം ഇറങ്ങി ചെല്ലില്ല കേട്ടോ. അപ്പോൾ ചൂടാക്കുമ്പോഴും ശ്രദ്ധിക്കുക, ആവശ്യമാണെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഇതിലോട്ട് 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റൊക്കെ ഉള്ള നെയ്യാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഈ നെയ്യ് ചേർക്കുന്നത് ഉഴുന്നിനൊരു ടേസ്റ്റ് കാണില്ലേ, അതൊന്ന് പൊന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട്. സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ജിലേബി ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയെടുക്കാം. ഏത് വെജിറ്റബിൾ ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇത്രയും എണ്ണ മതി, കൂടുതൽ എണ്ണയുടെ ആവശ്യമില്ല. തീ സിമ്മിൻ്റെ മീഡിയത്തിൻ്റെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പൈപ്പിംഗ് ബാഗിൻ്റെ തുമ്പ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് പിഴിഞ്ഞു നോക്കുക, അത്ര വലുപ്പം മതിയോ ഒന്ന്. ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ കട്ട് ചെയ്ത് കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. നല്ല എളുപ്പമാണ് കേട്ടോ, ഇത് പിഴിയാൻ പാടൊന്നുമില്ല. ഇതുപോലെ 2 റൗണ്ട് വരച്ചതിന് ശേഷം ഇങ്ങനെ ആക്കി കൊടുക്കാം. തീ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലും നന്നായിട്ട് ചൂടടിക്കും. ഈ കുപ്പിയിൽ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അതിനേക്കാളും ഒക്കെ എളുപ്പം ഇതേപോലെ കവറിൽ ചെയ്യുന്നത് തന്നെയാണ്. അപ്പം ഒന്ന് താഴെ മൊരിഞ്ഞു വരുമ്പോൾ മാത്രമേ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാവൂ. ഇനി താഴെ ഒന്ന് ക്രിസ്പി ആവുന്നവരെ വേവിച്ചെടുക്കണം. തീ കൂട്ടിയിടാൻ പാടില്ല. ഏകദേശം 5-6 മിനിറ്റ് എടുക്കും താഴെ ഒന്ന് ശരിയായി വരാൻ വേണ്ടിയിട്ട്. തവി കൊണ്ടൊന്ന് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ചെറിയ സൗണ്ട് കേൾക്കും. കരിഞ്ഞു പോകാനും പാടില്ല. നമ്മളിത് മൊരിയാതെ തിരിച്ചിട്ട് കൊടുത്താൽ ലാസ്റ്റ് ജിലേബി ഉണ്ടാക്കി വരുമ്പോൾ ഒരു ക്രിസ്പിനെസ് കാണില്ല, ഉഴുന്നുവട പോലെ ഇരിക്കും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞിട്ട് വേണം തിരിച്ചിട്ട് കൊടുക്കാൻ. താഴെ ഇതുപോലെ ആയി വരണം. നമുക്ക് തവി കൊണ്ട് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് ക്രിസ്പി ആയി എന്ന്. നമുക്കിത് കോരി മാറ്റാം. ഇനി നമ്മുടെ സിറപ്പിലോട്ട് ഈ വറുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. വെള്ളത്തിന് ചൂടുണ്ടായിരിക്കണം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ബാച്ച് വറുത്തെടുക്കാം. ഇത് വറുത്തെടുക്കുന്നത് വരെ നമുക്ക് മറ്റേ ജിലേബി സിറപ്പിലിട്ടേക്കാം. ആ വറുത്തെടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ, എന്നാലേ മുകളിലും താഴെയൊക്കെ നന്നായിട്ട് സിറപ്പ് ഇറങ്ങി ചെല്ലുള്ളൂ. അപ്പോൾ ഇത് വറുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറ്റത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കോരി മാറ്റാം. നേരത്തെ ഇട്ട ഇതിൽ നന്നായിട്ട് ഷുഗർ സിറപ്പ് പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം. അടുത്തതും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാം കേട്ടോ. അടുത്ത ബാച്ച് വറുത്തെടുക്കുന്നത് വരെ ഇതും ഇതിനകത്ത് ഇട്ടേക്കാം. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ജിലേബി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ജിലേബി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കാണാനും എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, പുറമെ ചെറുതായിട്ട് ക്രിസ്പിനെസ് ഉണ്ട്, അകത്ത് നല്ല ജ്യൂസ് പോലെയാണ് ഇരിക്കുന്നത്. അപ്പം എന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.